ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നാളായിട്ട് ഫോണിൽ കിടന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ അത് പൊടി തട്ടിയെടുത്തു. ഇവിടെ കാനഡയിൽ ഇങ്ങനെ പേരൻ്റായിട്ട് വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് കുറേ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് എങ്ങനെ ഇടാമെന്ന് വിചാരിച്ചപ്പോൾ നോക്കിയപ്പോൾ കാണാം നമ്മുടെ നാട്ടിലുണ്ടാകുന്നപ്പോൾ ഉണ്ടാകുന്ന ഒരു വീഡിയോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാട്ടിൽ നിന്ന് തിരിച്ചു പോരാറായപ്പോൾ വീട്ടിൽ എപ്പോഴും മുളക് പൊടി ഉണക്കൽ, വീട്ടിൽ തന്നെ മുളക് ഉണക്കിപ്പൊടിച്ചത്, മല്ലി ഉണക്കിപ്പൊടിച്ചത്, പിന്നെ ചക്ക വറുത്തത്, ഇങ്ങനെ വീട്ടിൽ നിന്ന് തന്നെയുള്ള കുറേ സാധനങ്ങൾ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ അതിനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ എപ്പോഴും എൻ്റെ കുഞ്ഞുമ്മമാരും അങ്ങനെ നമ്മുടെ വീട്ടിലെപ്പോഴും റിലേറ്റീവ്സ് ആരെങ്കിലും ഒക്കെ വന്ന് എല്ലാവരോടും ചേർന്നൊക്കെ എല്ലാം ചെയ്യാറ്. എൻ്റെ വീട്ടിൽ എപ്പോഴും ഞാൻ ജനിച്ച് കണ്ട നാൾ തൊട്ടേ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അമ്മയുടെ അമ്മ വന്നിട്ടുണ്ട്, എൻ്റെ കുഞ്ഞുമ്മമാർ രണ്ടുപേരും ഇവിടെ ഉണ്ട്. പിന്നെ അമ്മ എപ്പോഴും നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ട് അമ്മ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ചേച്ചിയുണ്ട്, അജിത ചേച്ചിയും പുള്ളിക്കാരോണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാവരും ഉണ്ട്. അപ്പം കുഞ്ഞമ്മ കുഞ്ഞമ്മമാർ രണ്ടുപേരും അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. അടുത്തെന്ന് വെച്ചാൽ ഒരാളൊരു 10 കിലോമീറ്റർ, മറ്റേ ആളൊരു 15-20 അങ്ങനെ അത്രയൊക്കെ ദൂരത്തിലാട്ടോ എല്ലാവരും താമസിക്കുന്നത്. അപ്പോൾ ഞാനും അച്ഛനും കൂടെ ചേർന്നിട്ട് എല്ലാവർക്കും നാരങ്ങ വെള്ളമൊക്കെ ഉച്ച സമയമൊക്കെ ആയി നാരങ്ങ വെള്ളമൊക്കെ ഇട്ട് കൊടുത്തു. നമ്മുടെ മുറ്റത്തുള്ള പണികളൊക്കെ ചെറുതിൽ തൊട്ടേ ഇവിടുത്തെ മുറ്റത്തുള്ള പണികളൊക്കെ ചെയ്യുന്നത് നമ്മുടെ ഈ രാമേന്ദ്ര മാമനാണ് കേട്ടോ. പുള്ളി അവിടെ നൈസായിട്ട് അവിടെ ഷാഡോടെ കൊണ്ട് പുറകിൽ പോയി നിന്ന് അച്ഛൻ കാണാതെ സിഗരറ്റ് വലിക്കുക കേട്ടോ. ഞാനത് പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞപ്പോഴത്തേന് അയ്യോ പറയല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ പിന്നെന്താ, അപ്പോഴത്തേനും എൻ്റെ ആങ്ങളെ അനിയത്തി, ഇതാണ് കവിത കുഞ്ഞമ്മയുടെ മോൻ നന്ദു, മറ്റത് അച്ചു ഇപ്പോൾ +2 കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇതാണ് കേട്ടോ കവിത കുഞ്ഞമ്മ, സ്മിത കുഞ്ഞമ്മ. രണ്ടുപേർക്കും ഒരാണും ഒരു പെണ്ണും. എല്ലാവരും പഠിക്കുകയാണ്. ശംഭു ഇപ്പോൾ ഇവിടെ ഉണ്ട്. ബാക്കി എല്ലാവരും നന്ദുവിനെ ഇപ്പോൾ കണ്ട്, നന്ദു അവന് ആയുർവേദ ഡോക്ടറാണ്. അനിയത്തിയുടെ കൂടെ ബാംഗ്ലൂരിലാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ എല്ലാവരും ഒക്കെ പഠിത്തക്കാരും ജോലിക്കാരും അങ്ങനെയൊക്കെ ആയിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നിപ്പം നന്ദുവും അച്ചുവും ഉണ്ട് വീട്ടിലിപ്പം. അമ്മയും കുഞ്ഞമ്മമാരും ഇനിയിപ്പോൾ കൊച്ചച്ഛൻ വൈകുന്നേരം വരും. അപ്പം ഇവരെല്ലാവരും ഉള്ളൊരു സമയത്ത് ഞങ്ങൾ നൈസായിട്ട് പത്തനാപുരത്ത് പാലാഴി റെസ്റ്റോറൻ്റ് ഉണ്ട്, ഫാമിലി റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അവിടെ പോകുന്നതിനെക്കുറിച്ചുള്ള പ്ലാനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുറ്റത്ത് നമ്മൾ കുറച്ച് എനിക്ക് എപ്പോൾ പോയാലും ഉള്ളൊരു പരിപാടിയാണ്. എനിക്ക് ഇങ്ങനെ ഫ്രൂട്ട്സ്, ഈ മാവും പ്ലാവും പേരയും ബഡിൻ്റെ ഇല്ലേ അതൊക്കെ നട്ടുപിടിപ്പിക്കുന്നതിനോട് പ്രത്യേക ഒരു ഇഷ്ടം. എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ മുറ്റത്ത് നിൽക്കുന്ന എല്ലാ ചെടികളും എല്ലാ മരങ്ങളും എൻ്റെ സ്വന്തമാണ്. അപ്പോൾ ഇവിടെ ഇപ്പുറത്ത് മുറ്റത്ത് ചെറിയൊരു ഇങ്ങനെ പുറത്ത് ഇങ്ങനെ ഒത്തിരിയൊക്കെ ഉണ്ടാക്കാനായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒരു ഇതുപോലെ പണിതിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇരുന്ന് അമ്മ അജിത ചേച്ചി വന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചക്ക ഇങ്ങനെ വറുത്ത് കോരിക്കൊണ്ടിരിക്കുകയാണ്. അജിത ചേച്ചി ക്യാമറയുടെ മുന്നിലൊന്നും നിൽക്കത്തില്ല കേട്ടോ. എന്നിട്ട് ഞാൻ പിടിച്ച് നിർത്തിയൊക്കെ എടുത്തു. അപ്പോൾ അച്ഛൻ വന്നു. അച്ഛനോട് പിന്നെ ഇനിയിപ്പോൾ നൈസായിട്ട് പെർമിഷൻ ചോദിക്കണം. പറയാതെ വേണേൽ പോവാം, പക്ഷെ ആരെങ്കിലും പറഞ്ഞാൽ അച്ഛൻ അറിയും ഞങ്ങൾ അതിലേക്കൂടെ ഒക്കെ പോയിന്ന്. അപ്പോൾ അതുകൊണ്ട് വെറുതെ നന്ദുവിൻ്റെ കൂടെ പോകുന്നത്. പാലാഴിയാന്ന് പറഞ്ഞില്ല, കാരണം പാലാഴി ബാർ ആൻഡ് അറ്റാച്ച്ഡ് ആണ്. ഫാമിലി റെസ്റ്റോറൻ്റ് ആണെങ്കിലും ബാറും കൂടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ എന്തിനാ അവിടെ പോകുന്നതെന്നൊക്കെ ചോദിക്കും. അതുകൊണ്ട് നമ്മൾ നൈസായിട്ട് അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. പിന്നെ ഇവിടെ ചുമ്മാ കുറച്ച് പട്ടിഷോ അതൊക്കെ പിടിച്ചൊന്ന് ഇളക്കുന്ന പോലെയൊക്കെ ഒന്ന് എടുക്കാം, ഫോട്ടോ ഇടാം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് അങ്ങനത്തെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ. പിന്നെ പതിവ് പോലെ എൻ്റെ ആങ്ങള ഇപ്പം വരും എന്ന് പറഞ്ഞ് 1 hour ലേറ്റായി എത്തി. അതിനെക്കുറിച്ചുള്ള കുറച്ച് ഇങ്ങനെ ചീത്ത പറച്ചിലും ബഹളങ്ങളും ഒക്കെ ആയിട്ട് നിന്നു. പിന്നെ പോകാൻ റെഡിയാവുകയാണ്. അപ്പോഴത്തേനും ഇവിടെ ചക്ക വറക്കലിൻ്റെ പരിപാടി ഒരുവിധമല്ല മുഴുവൻ വറുത്ത് കഴിഞ്ഞ് നല്ല കിളിയിലില്ല എന്നുള്ള ശബ്ദം വരുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ചക്ക. അങ്ങനെ ഞങ്ങൾ റെഡിയായി. ഇപ്പം അനിയത്തിൻ്റെ വണ്ടിയാണ് കേട്ടോ. ഞാൻ വരുമ്പോഴൊക്കെ ഇതാണ് യൂസ് ചെയ്യാറ്. അങ്ങനെ നമ്മൾ പോകാനായിട്ട് ഇറങ്ങി. അപ്പം ക്യാമറാമാനോട് വെളിയിൽ തന്നെ നിന്ന് ഞങ്ങൾ കാറ് തിരിക്കുന്ന വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ ഇറങ്ങി. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ ഇല്ല പാലാഴിയിലോട്ട്, അത്രയേ ഉള്ളൂ ദൂരം. പത്തനാപുരത്ത് തന്നെയാണ്. അപ്പോൾ പിന്നെ നാട്ടിലത്തെ ട്രാഫിക്, ഓട്ടോക്കാരൻ്റെ മുകളിൽ കൂടെ പോകുന്നു, അപ്പുറത്തോടെ പോകുന്നു, അങ്ങനെ ആകെ ബഹളം. പക്ഷേ എങ്കിലും നമുക്കിപ്പോൾ ഈ വീഡിയോ ഒക്കെ കാണുമ്പം നമ്മുടെ നാട് എപ്പോഴും നമുക്കൊരു വല്ലാത്തൊരു ഫീലാണ്. നമ്മളിപ്പോൾ എത്ര ഗ്രാമമാണെന്ന് പറഞ്ഞാലും എന്താണെന്ന് പറഞ്ഞാലും നമുക്ക് നമ്മുടെ നാട് കാണുമ്പോൾ കിട്ടുന്ന പോലെ ഒരു സന്തോഷം നമുക്ക് വേറെ ഒന്നുമില്ല അല്ലേ. എത്ര തിരക്കുകളാണെങ്കിലും എത്ര പ്രശ്നക്കാരുള്ള നാടാണെന്ന് പറഞ്ഞാലും ഒക്കെ. അങ്ങനെ വലിയ പ്രശ്നക്കാരൊന്നും ഉള്ള നാടല്ല കേട്ടോ എൻ്റേത്. നല്ല ആൾക്കാരെല്ലാവരും. ഇതാണ് കല്ലിങ്കടവ്. ഇതിലേക്കൊക്കെ എത്ര പോയിരിക്കുന്നു സ്കൂളിലും ഒക്കെ. അങ്ങനെ നമ്മൾ പാലാഴി എത്തി പറഞ്ഞ്. അപ്പോൾ പാലാഴി നമ്മൾ കൊണ്ടുവന്ന് ഭയങ്കര സ്പീഡിലാണെന്ന് തോന്നുന്നു വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്തത്. അങ്ങനെ എന്തായാലും ഫൈനലി എത്തി.
അപ്പോൾ നമ്മളവരോട് സംസാരിച്ചപ്പോൾ അവർ നമുക്ക് റൂഫ് ടോപ്പിലെല്ലാം സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ പ്ലെയിനായിട്ട് കിടക്കുക, താഴെ ഇരിക്കേണ്ട, എങ്കിൽ നമ്മൾ റൂഫ് ടോപ്പിൽ സെറ്റ് ചെയ്ത് തരാം, എല്ലാം അറേഞ്ച് ചെയ്ത് തരാമെന്നൊക്കെ പറഞ്ഞപ്പോൾ ശരി ഓക്കെ എന്ന് പറഞ്ഞു. മഴ പെയ്താൽ കുളമാവുമല്ലോ എന്നൊക്കെ ഓർത്ത് ഞങ്ങളതിനെക്കുറിച്ചും, പിന്നെ അതിൻ്റെ മുകളിൽ ആദ്യമായിട്ടാട്ടോ നമ്മളിവിടെ മുകളിൽ വരുന്നത്. പിന്നെ അവിടെ നമ്മളെല്ലാം വായി നോക്കി ഓരോ സ്ഥലങ്ങളൊക്കെ കണ്ടും താഴെ കൂടെ അച്ചു ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു, നോക്ക് ചേച്ചി വല്യച്ഛൻ ഇതുവഴി എങ്ങാനും വരുന്നുണ്ടോ എന്ന്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നിട്ട് അച്ഛൻ്റെ ബൈക്കോ അല്ല അതുവഴി പോകുന്നുണ്ടോ എന്നൊക്കെ നോക്കി കുറേ കഥകളൊക്കെ പറഞ്ഞിങ്ങനെ നിന്നു. അച്ചു ഇനിയിപ്പം നഴ്സിങ്ങിന് പോവുകയാണ്, അവളെ ഇപ്പോൾ ഇനി അടുത്ത മാസമൊക്കെ ആകുമ്പോഴത്തേനും കൊണ്ടുപോയി വിടും. അങ്ങനെ കസിൻസൊക്കെ ആയിട്ട് എല്ലാവരും കൂടെ ഒക്കെ ഒരുമിച്ചൊന്ന് പോകണം എന്നൊന്നും വിചാരിച്ചാൽ അങ്ങനെ ഒരു ഒന്നും ഉണ്ടായിട്ടേ ഇല്ല. ലാസ്റ്റ് ടൈം പോയപ്പോൾ നമ്മൾ ബാംഗ്ലൂരിൽ ചന്തു ഇല്ലേ, ഇവരൊക്കെ തന്നെ അന്നും ഉണ്ടായിരുന്നുള്ളൂ. ചന്തുവിനെയും ശംഭുവിനെയൊക്കെ എപ്പോഴും നമ്മൾ മിസ് ചെയ്യുന്നുണ്ട്, നന്ദന, ഇവരെയൊക്കെ നമ്മൾ എപ്പോഴും മിസ് ചെയ്യുന്നുണ്ട്. എല്ലാവരും കൂടി ചേർന്നിട്ടൊക്കെ ഒരു കൂടലൊന്നും നടക്കുന്നേ ഇല്ല. അപ്പോഴത്തേനും നമ്മുടെ ഫുഡൊക്കെ വന്നു, എന്തൊക്കെയോ സാധനങ്ങൾ ഓർഡർ ചെയ്തു, എനിക്ക് അതിൻ്റെ ഒന്നും പേര് പോലും ഓർമ്മയില്ല. കണ്ണി കണ്ടതൊക്കെ ഞങ്ങൾ ഓർഡർ ചെയ്തു. ഇതായിരുന്നു കേട്ടോ നമുക്ക് അവർ സെറ്റ് ചെയ്തെന്ന സ്ഥലം. അങ്ങനെ പിന്നെ കുറേ ഫുഡും ഒക്കെ കഴിച്ചു, കുറേ നേരമൊക്കെ ഇരുന്നു. പിന്നെ വീട്ടിൽ ചെന്ന് കയറണമെന്നായതുകൊണ്ട് നമ്മൾ നൈസായിട്ട് വീട്ടിൽ പോകുമ്പോൾ പറയേണ്ട കള്ളത്തരങ്ങളൊക്കെ ഓർത്തും പറഞ്ഞു, ഇങ്ങനെ പറയാം അങ്ങനെ പറയാം എന്നൊക്കെ പറഞ്ഞ്. പിന്നെ പോരാത്തതിന് ഇറങ്ങി വരുമ്പോൾ നമ്മൾ പരിചയമുള്ളവരെ കാണുകയും ചെയ്തു കേട്ടോ, അതാണ് ഇതിനകത്ത് ട്വിസ്റ്റ്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. വീട്ടിൽ വന്നപ്പോഴത്തേനും ഇവിടെ ചക്ക വറുത്തതൊക്കെ പാക്കിങ്ങിൻ്റെ പരിപാടിയിലായതുകൊണ്ട് നമ്മളെ അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ളൊരു സാഹചര്യം ആർക്കും നമ്മൾ കൊടുത്തില്ല. അങ്ങനെ അവിടെ ചക്ക വറുത്തതൊക്കെ കുറേ പാക്കറ്റുകളൊക്കെ ആക്കി വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. ഒരുപാടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അമ്മ. പിന്നെന്തായിരുന്നു, ബീഫ് അച്ചാറും മീൻ അച്ചാറും, ഇങ്ങനെ പല പല അച്ചാർ സെക്ഷൻസൊക്കെ ഒത്തിരി കുറേ സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം പാക്ക് ചെയ്തു. പിന്നെ അങ്ങനെ ആ ദിവസം കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ നമ്മുടെ കുറേ റോസാ ചെടി അതും ഇതൊക്കെ ഞാൻ വാങ്ങി വെച്ചിരുന്നു, അതെല്ലാം നമുക്കൊന്ന് സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ എല്ലാം ചേച്ചിയും കൊണ്ട് ഞാനെല്ലാം ചെയ്യിപ്പിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണുന്നതിന് ബൈ, സീ യു.